സംസ്ഥാന സർക്കാരിന്റെ ജനവഞ്ചന വീണ്ടും തുടരുന്നു. സപ്ലൈകോയുടെ ക്രിസ്തുമസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല. തൃശൂരിലെ സപ്ലൈകോ ചന്തയിൽ സാധനങ്ങളില്ലാത്തതിനെ തുടർന്ന് ഉദ്ഘാടന വേദിയിൽ പൊതുജനങ്ങൾ പ്രതിഷേധിച്ചു. ഉദ്ഘാടനം നടത്താതെ മേയറും തൃശൂർ എംഎൽഎയും മടങ്ങി. സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി തൃശൂർ മേയർ രംഗത്തെത്തി. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്താണ് സംഭവിച്ചത്? രാവിലെയോടെയാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ചന്തയിൽ ജനങ്ങളെത്തിയത്. തുടർന്ന് ഉദ്ഘാടന സഭയായിരുന്നു. അതിൽ നിന്നും ഈ 13 ഇനങ്ങൾ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞതിൽ നിന്നും 2-3 ഇനങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് ലഭിച്ചുള്ളൂ. അതിൽ വളരെ വലിയൊരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തുടർന്ന് ഈ എംഎൽഎയും അതുപോലെ തന്നെ മേയറും അവിടെ നിന്നും ഈ ഉദ്ഘാടന ചടങ്ങ് പകുതിക്ക് വെച്ച് നിർത്തി അവിടെ നിന്ന് മടങ്ങേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഈ സംഭവത്തിൽ ജനങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇത്തരത്തിൽ 13 ഇനങ്ങളെന്ന് പറഞ്ഞിട്ട് 3-4 ഇനങ്ങൾ മാത്രം തങ്ങൾക്ക് തന്ന് തങ്ങളെ പറ്റിക്കുകയാണ്. സാധാരണ ജോലിക്കും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയാണ് തങ്ങൾ ഈ പ്രതീക്ഷയോടെയാണ് ഈ സപ്ലൈകോയിൽ വന്നത്. എന്നാൽ തങ്ങൾ ചതിക്കപ്പെട്ടുവെന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഭക്ഷ്യവകുപ്പിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനമാണ് തൃശ്ശൂർ മേയർ തന്നെ ഉയർത്തുന്നത്. എം കെ വർഗീസാണ് ഇത്തരത്തിൽ LDFിൻ്റെ തന്നെ മേയറാണ് ഈ ഒരു വിഷയം ഉയർത്തിയത്. കാരണം ഈ ഇത്തരത്തിൽ അമ്മമാരുൾപ്പെടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊന്നും തന്നെ ശരിയല്ലാത്ത നടപടിയാണ്. ഇത് കൃത്യമായിട്ടും അധികൃതർക്ക്, അതായത് ഈ സപ്ലൈകോ അധികൃതർക്ക് ഇതിലൊരു മറുപടി പറയാൻ കൃത്യമായിട്ട് സാധിക്കുന്നില്ല. ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെ എന്നാണ് ഈ മേയറും സമ്മതിക്കുന്നത്.